പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവും. ഒരു 5 വിഭാഗം ആളുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിലേത് വിഭാഗത്തിലാണ് നമ്മൾ പെടുന്നതെന്ന് നിങ്ങളൊന്ന് പറയണം. ഒന്നാമത്തെ വിഭാഗം പിശാചിനോട് അടുപ്പമുള്ള ആളുകൾ, പൈശാചിക ജീവിതം ജീവിക്കുന്ന ആളുകൾ. അതായത് അവരുടെ പണി, അവർ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിക്കുന്നു. അവർ ഹറാമ് കാണുന്നു, ഹറാമിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നു, ഹറാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലരെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നു. ഇതാണ് പിശാചിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഹയവാൻ്റെ ആളുകളാണ്. അതായത് മൃഗങ്ങളെ പോലെ താന്തോന്നികളായി തനിക്ക് തോന്നിയ പോലെ ജീവിക്കുന്ന ആളുകൾ. മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നില്ല. എന്നാൽ ഇവരോ ഹറാം എന്താണെന്നും ഹലാൽ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടും ഹറാമിലായിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ. തനിക്ക് തോന്നിയ പോലെ ജീവിക്കുക. സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഒരു പണി എടുക്കൂല. അതാണ് രണ്ടാമത്തെ ടീം. ഇനി മൂന്നാമത്തെ വിഭാഗം ഇൻസാൻ, മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ആളുകളും എടുക്കുകയാണെങ്കിലും നല്ല മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. സത്യസന്ധരായിരിക്കും, ആരെയും വഞ്ചിക്കൂല, ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കും. അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ നന്മ ചെയ്യുന്ന ആളുകളിൽ മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇബാദത്തൊന്നും ഉണ്ടാവില്ല, നിസ്കാരമോ നോമ്പോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റു ആളുകൾക്കിടയിൽ നന്മ പറയപ്പെടാൻ പറ്റിയ കാര്യങ്ങളിൽ സജീവമായിരിക്കും. ഇത് എല്ലാ വിഭാഗം ആളുകളിൽ നമുക്ക് കാണാൻ പറ്റും. മുസ്ലിംസ് ആൻഡ് നോൺ മുസ്ലിംസ് കാണാൻ പറ്റും. ഇവർ നല്ല മനുഷ്യരാണെന്ന് പറയാൻ പറ്റും. ഇവർക്ക് അള്ളാഹുവിൻ്റെ അരികിൽ നിന്നും ഈ ദുനിയാവിൽ ഭൂമിയിൽ വെച്ച് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. അപ്പോൾ ഒന്നാമത്തത് ശൈത്താൻ്റെ ആളുകൾ, രണ്ടാമത്തെ ഹയവാനിക ജീവിതം, ഒരു മൃഗതുല്യമായ ജീവിതം ജീവിക്കുന്ന ആളുകൾ, മൂന്നാമത്തവർ മനുഷ്യനായി ജീവിക്കുന്നവർ. ഇനി നാലാമത്തെ ഒരു വിഭാഗം ഇസ്ലാമിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ നല്ല ഒരു മുസ്ലിമായി ഇസ്ലാമിക കാര്യങ്ങളും ഈമാനും ഇസ്ലാമൊക്കെ ഒരുമിച്ചുണ്ടായി ഇസ്ലാമിക കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ആളുകളാണ് നാലാമത്തെ വിഭാഗം ആളുകൾ. ഒരു നല്ല മുസ്ലിമായി നേരപ്പോ എന്ന രീതിയിൽ 5 വക്ത നിസ്കാരവും നോമ്പ് വരുമ്പോൾ നോമ്പും സക്കാത്തും മറ്റു കാര്യങ്ങളൊക്കെ ഹജ്ജ് ഉംറ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന നല്ലവരായ മനുഷ്യരാണ് നാലാമത്തെ വിഭാഗം. ഇവർ മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കാനൊന്നും ഇവർ സമയം കണ്ടെത്തൂല, പക്ഷെ ഇവർ നല്ലവരായി ജീവിക്കും. അഞ്ചാമത്തെ ഒരു വിഭാഗം നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നന്മ ചെയ്യുന്നു, ഒരുപാട് ആളുകളെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവരുടെ ജീവിതം തന്നെ റോൾ മോഡലാണ്, മാതൃകയാണ്. ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വലിയ ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കും. ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ നന്മകളും മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്ന രീതിയിൽ റോൾ മോഡലായി, മാതൃകയായി, മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുന്ന ആളുകളാണ് അഞ്ചാമത്തെ വിഭാഗം. ഇവർ ഇഹ്സാൻ, ഇർഫാൻ, ഇർഷാദ് ഒക്കെ നടത്തുന്ന അതിൻ്റെ ആളുകളാണ്. അപ്പോൾ നമ്മൾ ഏത് കൂട്ടത്തിലാണെന്ന് നിങ്ങളൊന്ന് പറയാമോ? ഏത് കൂട്ടത്തിലാണ് നമ്മൾ ആവേണ്ടത്? അഞ്ചാമത്തെ വിഭാഗത്തിലാണ്. അള്ളാഹുവേ നീ തൗഫീഖ് ചെയ്യണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.